കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 2025 ചോദിച്ചിട്ടുള്ള 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ ഓരോ ചാപ്റ്റർ ബേസ്ഡ് ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലോ കൺട്രി ബൈക്സ് ഈസ് ഡെവലപ്പിംഗ് എ ന്യൂ ഓൾ ടെറൈൻ ബൈക്ക് ദാറ്റ് ഇൻക്ലൂഡ്സ് എ കാർബൺ ഫൈബർ ഫ്രെയിം, ലൈറ്റ് വെയ്റ്റ് ടെൻസിൽ സ്റ്റീൽ ഗിയേഴ്സ്, എയർലെസ് ഫോം റബ്ബർ ടയേഴ്സ് ആൻഡ് എയർ ഷോക്സ് ഓൺ ബോത്ത് ദി വീൽസ് ആൻഡ് ദി സീറ്റ്. ദി കമ്പനീസ് ക്രോസ് ഫങ്ഷണൽ ടീം ബിലീവ്സ് ദി ബൈക്ക് ക്യാൻ ബി സോൾഡ് for rupees 2,500 and company desire a 20% profit margin. What is the target cost per bike? And second one, if the unit variable cost rupees 1,200 and the total fixed cost rupees 20 lakh, how many bikes must be produced and sold to achieve the ടാർജറ്റ് പ്രോഫിറ്റ്? ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് ടാർജറ്റ് കോസ്റ്റ് ആണ്. ടാർജറ്റ് കോസ്റ്റ് കാണുന്നത് എങ്ങനെയാണ്? ടാർജറ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ സെയിൽസ് എത്രയാണ്? സെയിൽസ് പറയുന്നത് 2,500 ആണ്. സെയിൽസ് പറയുന്നത് 20% പ്രോഫിറ്റ് മാർജിനുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, സെയിൽസ് എന്ന് പറയുന്നത് 2,500, ഇതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് കുറക്കുന്നു. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ 2,500ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 500 എന്ന് കിട്ടും. അതായത് 2,500 മൈനസ് 500 ദാറ്റ് ഈസ് ഈക്വൽ ടു 2,000 പെർ ബൈക്ക് എന്ന് നമുക്ക് എന്ത് കിട്ടും? ടാർജറ്റ് കോസ്റ്റ് കിട്ടും. ആമത്തെ നമ്മളോട് ചോദിച്ചത് ടാർജറ്റ് കോസ്റ്റ് പെർ ബൈക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് രണ്ടാമത്തെ നമ്മൾ ഹൗ മെനി ബൈക്ക് മസ്റ്റ് ബി സോൾഡ് എന്നുള്ളതാണ് ചോദിച്ചത്. ഇവിടെ ജസ്റ്റ് ശ്രദ്ധിക്കുക, ടാർജറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, ടാർജറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂട്ടിയിട്ട് കിട്ടുന്നതാണ് എന്ത്? ടാർജറ്റ് കോസ്റ്റ്. ടാർജറ്റ് കോസ്റ്റ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തി. ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്കറിയില്ല, പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് അറിയില്ല. ദെൻ 1,200 ആണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2,000 മൈനസ് 1,200 ഫിക്സ്ഡ് കോസ്റ്റ് പെർ ബൈക്ക് എത്ര കിട്ടും? 800 എന്ന് കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റ് പെർ ബൈക്ക് 800 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 2,000 മൈനസ് 1,200. ഓക്കെ, ഇനി എത്ര ബൈക്കാണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, എത്ര ബൈക്കാണ് പ്രൊഡ്യൂസ് ചെയ്തത്? ഇവിടെ 20 lakh ആണ് എന്ത് വരുന്നത്? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത്. ഡിവൈഡ് ബൈ എത്ര ആണ് പെർ ബൈക്ക് ഫിക്സ്ഡ് കോസ്റ്റ്? 800 ആണ്. ഇപ്പോൾ 20 lakh ഡിവൈഡ് ബൈ 800 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 2,500 എന്ന് കിട്ടും. ഇത്രയും ബൈക്കുകളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ 2,500 ബൈക്സ് എന്ന് ആൻസർ കിട്ടും. ഇനി ടോട്ടൽ ടാർജറ്റ് പ്രോഫിറ്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ടോട്ടൽ സെയിൽ വരുന്നത് എത്രയാണ്? ടോട്ടൽ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്? 2,500 ആണ്. ഇൻറ്റു ടാർജറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 500 ആയിരുന്നു. അപ്പോൾ 2,500 ഇൻറ്റു 500 12,50,000 എന്ന് എന്ത് കിട്ടും? ടോട്ടൽ ടാർജറ്റ് പ്രോഫിറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ഒന്നാമത് ടാർജറ്റ് കോസ്റ്റും, രണ്ടാമത്തത് എന്തായിരുന്നു? എത്ര ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേപോലെ ടോട്ടൽ ടാർജറ്റ് പ്രോഫിറ്റ് എത്രയുമാണ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.